മാധ്യമങ്ങളിലെയും സമൂഹ മാധ്യമങ്ങളിലെയും ഇലക്ഷൻ വാർത്തകൾ നിരീക്ഷിക്കാൻ സംവിധാനവുമായി ജില്ലാ ഭരണകൂടം. വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലാണ് തിരുവനന്തപുരം കളക്ടറേറ്റിൽ മീഡിയ മോണിറ്ററിംഗ് റൂം ഒരുക്കിയിരിക്കുന്നത്. രാജ്യം തെരഞ്ഞെടുപ്പ് ചൂടിലാണ്. മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലുമൊക്കെ തെരഞ്ഞെടുപ്പ് വാർത്തകൾ ഇഷ്ടം പോലെ വരുന്നുമുണ്ട്. അത് ചുമ്മാതങ്ങ് കൊടുക്കാൻ പറ്റില്ല. സൂക്ഷ്മമായി കൃത്യമായി ഉറപ്പിച്ചതിന് ശേഷം വേണം ആ വാർത്തകൾ നൽകാൻ. അല്ലെങ്കിൽ നിയമ നടപടി നേരിടേണ്ടി വരും. അതിനുള്ള ഒരു സംവിധാനം ജില്ലാ ഭരണകൂടം ഒരുക്കിയിട്ടുണ്ട്. നാട് തെരഞ്ഞെടുപ്പ് പ്രചാരണ ചൂടിലേറുമ്പോൾ വാർത്തകൾ മാധ്യമങ്ങളിൽ വന്ന് നിറയുകയാണ്. മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് പുറമെ സമൂഹ മാധ്യമങ്ങളിലും തെരഞ്ഞെടുപ്പ് വാർത്താ പ്രളയം. ഈ വാർത്തകൾക്കിടയിൽ വ്യാജനും കയറിക്കൂടുന്നുണ്ട്. വാർത്തകൾ വ്യാജമെന്ന് മാത്രമല്ല, ചിലത് വ്യക്തിഹത്യ നടത്തുകയും അപരമത വിദ്വേഷം പരത്തുകയും ചെയ്യുന്നുണ്ട്. സ്ഥാനാർത്ഥികളടക്കം പെരുമാറ്റച്ചട്ടലംഘനം മറന്ന് മാധ്യമങ്ങളിൽ ഇടപെടുന്നുമുണ്ട്. അത് തടയാനാണ് ഇത്തരമൊരു സംവിധാനം. മീഡിയകൾ മോണിറ്റർ ചെയ്യുന്നതാണ്. പ്രധാനമായിട്ട് വിഷ്വൽ മീഡിയ, TV ചാനലുകളുണ്ട്, അതുപോലെ റേഡിയോ നോക്കുന്നുണ്ട്, ന്യൂസ് പേപ്പറുകൾ നോക്കുന്നുണ്ട്, പത്രങ്ങൾ നോക്കുന്നുണ്ട്. ഇതിൽ പോകുന്ന പരസ്യങ്ങൾ നോക്കും. പിന്നെ MCCയുടെ വയലേഷൻ, കോഡ് ഓഫ് കോണ്ടക്റ്റിൻ്റെ വയലേഷൻ ഉണ്ടെങ്കിൽ കൃത്യമായും അത് നോട്ടീസ് ചെയ്തിട്ട് അറിയിക്കേണ്ട കേന്ദ്രങ്ങളിൽ അറിയിക്കുക എന്നുള്ളതാണ് ജോലി. തിരുവനന്തപുരം ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിൻ്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. മാധ്യമ വിദ്യാർത്ഥികളാണ് കൺട്രോൾ റൂം നിയന്ത്രിക്കുന്നത്. TV ചാനലുകൾ, പത്രങ്ങൾ, റേഡിയോകൾ, സമൂഹ മാധ്യമങ്ങൾ തുടങ്ങിയവയെല്ലാം നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. ചട്ടലംഘനമെന്ന് തോന്നുന്ന ഉള്ളടക്കങ്ങൾ മീഡിയ സർട്ടിഫിക്കേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് മുമ്പാകെ എത്തും. ഇവരാണ് ഉള്ളടക്കങ്ങൾ പരിശോധിച്ച് നടപടി സ്വീകരിക്കുന്നത്. ജില്ലാ കളക്ടറും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസറും മുതിർന്ന മാധ്യമപ്രവർത്തകരും അടങ്ങിയതാണ് ഈ കമ്മിറ്റി. തെരഞ്ഞെടുപ്പ് തീയതി വരെ ഈ സംവിധാനമുണ്ടാകും. 24 തിരുവനന്തപുരം.